ഒരു കുഞ്ഞു വീട് തന്നാലോ, ടെറസ് വീട് വേണം, ചെറുത് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ. എന്നാൽ നല്ല ജനവാസ കേന്ദ്രത്തിലാവണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഹായ് സ്നേഹമനസ്സുകളെ, സുബേർ പാപ്പാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് ചെറിയ വിലക്ക് ഒരു കുഞ്ഞു വീട് തന്നാലോ? അതും എവിടെയെന്നറിയോ? നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിലാണ്. എത്ര വിലയാണെന്നല്ലേ? എത്ര സെൻറ്റാണെന്നോ? 1.25 സെൻറ്റ് ഭൂമിയും അതോടൊപ്പം ഒരു ബെഡ്റൂമുള്ള ഒരു ചെറിയ വീട്, ഏകദേശം ഒരു 400 അല്ലെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു വീട്, എന്നാൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം. ഇതിന് ഉടമ ചോദിക്കുന്ന വില എത്ര അറിയങ്ങൾ? 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് A to Z പണി കഴിഞ്ഞ ഒരു നല്ലൊരു വീട്, 2 ഭാഗം റോഡുള്ള നല്ലൊരു വീടാണ് തരുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുഴക്കാട്ടിരിയിലേക്ക് ഒരു 4 കിലോമീറ്റർ, അതുപോലെ ചട്ടിപ്പറമ്പിലേക്ക് 8 കിലോമീറ്റർ, പടപ്പറമ്പിലേക്ക് ഒരു 3 കിലോമീറ്റർ, MES മെഡിക്കൽ കോളേജിലേക്ക് വെറും 9 കിലോമീറ്റർ, പെരിന്തൽമണ്ണയിലേക്ക് എത്ര അറിയാം? 13 കിലോമീറ്റർ. ഇതൊക്കെയാണ് ദൂരപരിധികൾ. നിങ്ങൾക്ക് ഈ 1.25 സെൻറ്റ് ഭൂമിയും അതോടൊപ്പം ഈ ഒരു ബെഡ്റൂമുള്ള വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ടോക്കൺ കൊടുക്കുക. അതിൻ്റെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ചോറുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കുക. മറ്റുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു, അവിടുത്തോലും ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തോലും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുക്കാതിരിക്കരുത്. അതിപ്പോൾ ഞാൻ എന്നോടും എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരോടാണ് പറഞ്ഞത്. നമ്മൾ എന്തൊരു വസ്തു വാങ്ങണമെങ്കിലും, കാറാണെങ്കിലും ജീപ്പാണെങ്കിലും വീടാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടോ അത് നമ്മൾ എടുക്കുക. മറ്റോലും അങ്ങനെ പറഞ്ഞു, മറിച്ചോലും അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാതിരിക്കരുത്. പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാസ്തു നോക്കുന്ന ആൾക്കാരുണ്ട്, നോക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് നോക്കണം കഴിഞ്ഞപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ചില ഉസ്താദ്മാരെ അടുത്ത് പോകും, തങ്ങന്മാരുടെ അടുത്ത് പോകും, ഹൈന്ദവ സഹോദരനാണെങ്കിൽ പണിക്കന്മാരുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ ആശാരിനെ കൊടുത്ത് നോക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അതിന് നമ്മൾ ഒന്നും അവരുടെ വിശ്വാസമാണ്, അത് നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എടുക്കണ്ട. അതല്ലാത്ത വേറെ എന്തെങ്കിലും അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഇതിന് എന്താ പറയുക, കേട്ട പകുതി കേൾക്കാത്ത പകുതി അതിനാരും നിൽക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ വീട് വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരും. ആ ലൊക്കേഷൻ നിങ്ങൾ പോയി നോക്കുക, നിങ്ങൾ അന്വേഷിച്ചോളും, എടുത്തോളും, വാങ്ങിക്കോളും. കാരണം വെച്ചാൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കിത് വാടകയ്ക്ക് കൊടുത്തിട്ട് 10 രൂപ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ മക്കളെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇപ്പം തന്നെ വിളിച്ചോ കേട്ടോ. കാരണം ഇത് അധിക സമയം നിൽക്കില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പുഴക്കാട്ടിരി ടൗണിൽ നിന്ന് 4-4.5 കിലോമീറ്ററും അതുപോലെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ ഇഷ്ടംപോലെ വീടുകൾ, നിറയെ വീടുകൾ തിങ്ങി പാർക്കുന്ന നല്ലൊരു ജനവാസ കേന്ദ്രം, നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന നല്ലൊരു ഏരിയയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. 13.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു ഓവർ എമൗണ്ട് അല്ല. കാരണം ചുറ്റുഭാഗം റോഡും കാര്യങ്ങളും, 2 ഭാഗം റോഡും ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുക്കാൻ സാധിക്കും. ഒരു ബെഡ്റൂം ഉള്ളൂ പറയാമോ, 2-3 ബെഡ്റൂം വേണം, അങ്ങനെ അതിനും വഴികളുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ കിച്ചൺ ഏരിയ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ആ ഷീറ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇൻഡസ്ട്രിയലിൻ്റെ കോണി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് 2 റൂമോ 3 റൂമൊക്കെ എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ എല്ലാ നിലക്കും നല്ലൊരു വീട് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ തരികയാണെങ്കിൽ വേണ്ടെന്നാരും പറയില്ലല്ലോ. മുകളിലേക്ക് എടുക്കാൻ നമുക്ക് കയറി വന്ന ഒരു 1.5-2 ലക്ഷം രൂപ മാത്രമേ നമ്മൾ ഷീറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വില ഡബിൾ ആവും ചെയ്യും. ഇപ്പോൾ 13.5 ലക്ഷമാണ്, മുകളിലേക്ക് ഒരു നിലം കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു 15-17 ലക്ഷം രൂപയ്ക്ക് വീട് വിൽക്കാനും സാധിക്കും. അപ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, ബൈ ബൈ.